മറ്റൊരു നിർണായക വിവരം കൂടി വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ തിരച്ചിൽ പുനരാരംഭിച്ചത് എന്നുള്ള വിവരമാണ് വരുന്നത്. ഒരു നിർദ്ദേശം ലഭിക്കുന്നു എന്ന് ഉദ്യോഗസ്ഥർ, ശാസ്ത്രജ്ഞർ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് ഇവരുൾപ്പെടെ കണക്കാക്കിയ ഘടകം അതാണ്. സിഗ്നൽ ലഭിച്ചതിനാൽ തന്നെ തിരച്ചിൽ നിർത്തണ്ട എന്നൊരു നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം മനുഷ്യന്റെ ആണോ എന്ന് അവർ നേരത്തെ പോലും മനുഷ്യ സാന്നിധ്യമാണോ എന്ന് നേരത്തെ പോലും അവർ ഉറപ്പിക്കാത്ത ഘട്ടത്തിൽ കൂടി ഒരു സിഗ്നൽ മനുഷ്യന്റേതാകാനുള്ള സാധ്യതകൾ അവർ പറഞ്ഞു. അതായത് ഒരു എയർ ഹോൾ അതിന് സമീപം ഉണ്ടെങ്കിൽ, ശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ തുടരാനുള്ള തങ്ങാനുള്ള മുൻകാല ചരിത്രം നമുക്കുണ്ട്. ഇന്ത്യൻ ആർമിക്ക് മുൻകാല ചരിത്രം ഉണ്ട് എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അതായത് ഇന്ത്യൻ ആർമിയെ സഹായിക്കാനായി റഡാർ എത്തിയപ്പോൾ ഇതുപോലെ ദിവസങ്ങൾ കഴിഞ്ഞ് 5 ദിവസങ്ങൾ ഉൾപ്പെടെ പിന്നിട്ട് ജീവനോടെ ആളുകൾ പുറത്തെത്തിച്ച, ദുരന്ത മുഖങ്ങളിൽ നിന്ന് ജീവനോടെ ആളുകളെ പുറത്തെത്തിച്ച ചരിത്രമുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് ഒക്കെ ഒരു പ്രതീക്ഷാത്മകമായ കാര്യമാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ തിരച്ചിലേക്ക് വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്ന് ഉൾപ്പെടെയാണ് ഈ ശാസ്ത്രജ്ഞർ, ഈ റഡാറുമായി കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുന്ന സൈന്യത്തെ സഹായിക്കുന്ന ശാസ്ത്രജ്ഞർ പറഞ്ഞിരിക്കുന്നത്. പ്രതീക്ഷ. ശരി, അരുണാണ് അവിടെ ഉദ്യോഗസ്ഥരുടെ പ്രതികരണം അടക്കമുള്ള കാര്യങ്ങൾ തേടിയത്. അതിൽ നിന്നുള്ള വ്യക്തത അനുസരിച്ചാണ്